വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കേരള ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാതെ ഇരിക്കരുത്, ക്ലാസ് ഒരു ദിവസം പോലും മുടങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, കാരണം വയ്യാത്തത് കൊണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് 163 രാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. പ്രീവിയസ് ഇയറിൽ ചോദ്യങ്ങളാണല്ലോ. അപ്പോ 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരം കേരളത്തില് പ്രത്യേക പരിഗണന ലഭിച്ച പ്രദേശം ഏതാണ്? പൂക്കോട് തടാകമാണോ, ശാസ്താംകോട്ടയാണോ, സൈലന്റ് വാലി ആണോ, മൂന്നാറാണോ? ഏതാണ്? ശാസ്താംകോട്ട. ഏതാണ്? ശാസ്താംകോട്ടയാണ് കേട്ടോ. ഇത് 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത്, കേരളത്തില് താഴെ പറയുന്നതിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതെന്ന്? വേമ്പനാട് കായലില് പതിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ അതില് പെരിയാറ്, പമ്പ, മൂവാറ്റുപുഴ, ചാലക്കുടിപ്പുഴ. ഏതാണ്? ചാലക്കുടിപ്പുഴ. ഏതാണ്? ചാലക്കുടിപ്പുഴയാണ്. അടുത്ത ചോദ്യം, ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നതാണ് നീണ്ടകര അഴി? ഏത് കായല് അറബിക്കടലുമായി യോജിക്കുന്നതാണ് നീണ്ടകര അഴി? നീണ്ടകര അഴി ഏത് കായലാ? അഷ്ടമുടി കായൽ. ഏത് കായലാണ്? അഷ്ടമുടി കായൽ. അപ്പൊ അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന പ്രദേശമാണ് നീണ്ടകര അഴി. അടുത്തത്, കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരമാണ്. അടുത്തത്, ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭ. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയാണ്. അടുത്തത്, ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഗ്രാമം, ജില്ല, ബ്ലോക്ക്, താലൂക്ക്. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അതിലപ്പോ പെടാത്തത് ഏതാ? താലൂക്ക്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതാ? താലൂക്കാണ് അല്ലെ. ഇനി കേരളത്തില് ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ ജില്ല. ശുചിത്വത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? ശുചിത്വത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡിന്റെ പേരെന്താണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാർ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം. അതാണ് ശുചിത്വത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി PT ഉഷയാണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി PT ഉഷയാണ്. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത
ഷൈനി വിൽസൺ ആണ്. ആരാണ്? ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. അടുത്തത് പി ടി ഉഷയ്ക്ക്. പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതാണ്? പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. അടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിത ആര്? ആദ്യ കേരളീയ വനിത ആര്? ആദ്യ കേരളീയ വനിത ആരാ? പി ടി ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിത ആരാണ്? പി ടി ഉഷയാണ്. അടുത്തത് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തുന്ന നദി ഏതാണ്? എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചല്ലേ? ഒരു എന്താ പറയാ, മാക്സിമം അതിന്റെ ഓപ്ഷൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച്, എവിടെ നിന്നാ ഉത്ഭവിക്കണേ ആനമല? ഏതൊക്കെ ജില്ലകളിലൂടെയാ ഒഴുകണേ? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. എവിടെയാ ചെന്ന് പതിക്കണേ? അറബിക്കടലിൽ പതിക്കുന്നു. നദിയുടെ പേരെന്താ? ഭാരതപ്പുഴ. ഇതാണ് ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തില് ആദ്യമായിട്ട് രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം എവിടെയാ നടന്നേന്ന്? രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം കേരളത്തിൽ ആദ്യമായിട്ട് രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം എവിടെയാ നടന്നത്? തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം എവിടെയാ നടന്നത്? തിരുവനന്തപുരത്താണ് കേട്ടോ. അവിടെ നടന്നു, തിരുവനന്തപുരത്ത്. ഇനി അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച മലയാളി ആരാണ്? SK നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച മലയാളി ആരാണ്? SK നായരാണ്. ഇനി മലപ്പുറം ജില്ലയിൽ കാണപ്പെടുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? മലപ്പുറം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനിയാണ്. മലപ്പുറം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനിയാണ് കേട്ടോ. അടുത്തത് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി ട്ടോ. ഇവിടെയാണ് കൊച്ചി. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓപ്ഷൻസ് ഞാൻ തരാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? എന്നിട്ട് കൊടുത്തേക്കാണ്. ഒന്ന് ചാവക്കാട്, അടുത്തത് നീണ്ടകര, അടുത്തത് ചെറായി, എന്നിട്ട് ഇവയൊന്നുമല്ല. ഉത്തരം PSC കൊടുത്തിരിക്കുന്നത് നീണ്ടകര എന്നാണ്. ഏതാണ് നീണ്ടകര? കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖത്തിന് ഉദാഹരണമാണ് ഏത്? നീണ്ടകര എന്ന് പറയുന്നത്. അടുത്തത് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. എവിടെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം? വയനാട് ജില്ലയിലാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. അടുത്തത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം എവിടെയാണ്? വിഴിഞ്ഞമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം എവിടെയാ? വിഴിഞ്ഞമാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹായിച്ച
സഹായിച്ചത് ആരാണ്? ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹായിച്ചത് ആരാണ്? ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ്. ആരാണ്? കാനഡയാണ്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ് കേട്ടോ. അടുത്തത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? നാഫ്തയാണ്. ബ്രഹ്മപുരം വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത്, ബ്രഹ്മപുരത്ത് ഡീസലാണ്, നാഫ്തയല്ല, സോറി. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്ത. ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. അപ്പോ നാഫ്ത എവിടെ? സോറി, ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്നത് ഡീസല്. അപ്പോ നാഫ്ത എവിടെ? നാഫ്ത ഏത് താപവൈദ്യുത നിലയത്തിലെ ഉപയോഗിക്കണേ? കായംകുളം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കല്ല കേട്ടോ മക്കളെ. ടീച്ചർക്ക് പെട്ടെന്ന് തെറ്റിപ്പോയതാ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് ഡീസലാണ്. നാഫ്ത ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയം എവിടെയാണ്? കായംകുളം താപവൈദ്യുത നിലയമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഏത് വൈദ്യുതിയാ ഉൽപ്പാദിപ്പിക്കണേ? ഇവിടുന്ന് കഞ്ചിക്കോടിൽ നിന്ന് എന്ത് വൈദ്യുതി ഉൽപ്പാദിക്കണേ? കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണേ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിൽ നിന്ന് ഏത് വൈദ്യുതിയാണ്? കാറ്റിൽ നിന്നുള്ള വൈദ്യുതി. ഇനി അടുത്ത് നോക്കിയേ, കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് കുത്തുങ്കലാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഏതാണ്? കുത്തുങ്കൽ എന്നാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ. ടീച്ചർ 10 ചോദ്യങ്ങളും നിങ്ങൾ പ്രീവിയസ് ഇയറിലുള്ളത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ശബ്ദം തീരെ ശരിയല്ല, തൊണ്ടയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ്, അതുകൊണ്ടാണ് ടീച്ചർ വേഗം നിർത്തണം കേട്ടോ.